നമ്മുടെ ചുറ്റുപാടും ദിവസേന കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന പാഴ്വസ്തുക്കളിൽ ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ഉപയോഗശൂന്യമായ പഴയ ടയറുകൾ. എന്നാൽ ഈ ടയറുകളെ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പുനരുപയോഗിച്ച് മികച്ച ഇന്ധനവും മറ്റ് മൂല്യവത്തായ വസ്തുക്കളുമാക്കി മാറ്റുന്ന അത്ഭുതകരമായ ഒരു ഫാക്ടറി പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു വലിയ നിർമ്മാണശാലയിലേക്ക് ടൺ കണക്കിന് പഴയ ടയറുകൾ വലിയ ലോറികളിൽ എത്തിക്കുന്നതോടെയാണ് ഈ ദീർഘമേറിയ പ്രക്രിയ ആരംഭിക്കുന്നത്. വിവിധ വലിപ്പത്തിലും പല അവസ്ഥയിലുമുള്ള ഈ ടയറുകൾ ഫാക്ടറിയിലെ കൂറ്റൻ യന്ത്രങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു. ഇവിടെ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് ഈ ടയറുകൾക്കുള്ളിലെ കട്ടിയുള്ള സ്റ്റീൽ കമ്പികൾ വേർതിരിച്ചെടുക്കുക എന്നതാണ്. അതിശക്തമായ ഹൈഡ്രോളിക് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ടയറിന്റെ വശങ്ങളിൽ നിന്നും കമ്പികൾ വലിച്ചു സ്ട്രിപ്പ് ചെയ്തെടുക്കുമ്പോൾ ടയറിന്റെ ഘടനയ്ക്ക് മാറ്റം വരുന്നു. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന വലിയ സ്റ്റീൽ വയറുകൾ പിന്നീട് ഉരുക്കി മറ്റാവശ്യങ്ങൾക്കായി മാറ്റിവെക്കുന്നു. അടുത്ത ഘട്ടത്തിൽ കമ്പികൾ മാറ്റിയ വലിയ ടയറുകൾ കൂറ്റൻ ഷ്രെഡിംഗ് യന്ത്രങ്ങളിലേക്ക് കടത്തിവിടുന്നു. വലിയ ടയറുകളെ നിമിഷനേരം കൊണ്ട് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചുമാറ്റാൻ ശേഷിയുള്ളതാണ് ഈ ബ്ലേഡുകൾ. യന്ത്രത്തിലേക്ക് വീഴുന്ന ടയറുകൾ വളരെ ചെറിയ റബ്ബർ കഷണങ്ങളായി മാറി കൺവെയർ ബെൽറ്റുകൾ വഴി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന ചെറിയ റബ്ബർ കഷണങ്ങൾ വലിയൊരു പൈറോളിസിസ് റിയാക്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ വളരെ ഉയർന്ന താപനിലയിൽ റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയയാണ് ഇത്. വളരെ സുരക്ഷിതമായി അടച്ചുപൂട്ടിയ ഈ റിയാക്ടറിനുള്ളിൽ വെച്ച് റബ്ബർ കഷണങ്ങൾ ഉരുകാൻ തുടങ്ങുകയും അത് വാതക രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലുണ്ടാകുന്ന പുക അല്ലെങ്കിൽ വാതകം പ്രത്യേക പൈപ്പുകൾ വഴി മറ്റൊരു തണുപ്പിക്കൽ സംവിധാനത്തിലേക്ക്, അതായത് കണ്ടൻസറിലേക്ക് കടത്തിവിടുന്നു. കണ്ടൻസറിലൂടെ കടന്നുപോകുന്ന ചൂടുള്ള വാതകം പെട്ടെന്ന് തണുക്കുകയും അത് ദ്രാവക രൂപത്തിലുള്ള ഇന്ധനമായി മാറുകയും ചെയ്യുന്നു. ഇത് നമ്മൾ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പൈറോളിസിസ് ഓയിൽ അഥവാ ഫ്യുവൽ ഓയിലാണ്. വലിയ സംഭരണികളിലേക്ക് ഈ ഓയിൽ മാറ്റിയ ശേഷം ബാക്കി വരുന്ന കത്താത്ത വാതകങ്ങൾ വീണ്ടും ശുദ്ധീകരിച്ച് ഈ റിയാക്ടർ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി തന്നെ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നു. ഇതോടൊപ്പം റിയാക്ടറിനുള്ളിൽ അവശേഷിക്കുന്ന കറുത്ത പൊടി രൂപത്തിലുള്ള കാർബൺ ബ്ലാക്ക് മറ്റൊരു പ്രധാന ഉൽപ്പന്നമാണ്. ഇത് പ്രത്യേക യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിപ്പത്തിനനുസരിച്ച് വേർതിരിച്ച് ചാക്കുകളിൽ നിറയ്ക്കുന്നു. പെയിന്റുകൾ, പുതിയ ടയറുകൾ, മറ്റ് റബ്ബർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഈ കാർബൺ പൊടി വളരെ അത്യാവശ്യമാണ്. ഒരു വശത്ത് ഇന്ധനവും കാർബണും നിർമ്മിക്കുമ്പോൾ തന്നെ ടയർ കഷ്ണങ്ങളിൽ ബാക്കിയുണ്ടായിരുന്ന ചെറിയ സ്റ്റീൽ അവശിഷ്ടങ്ങളെ കാന്തിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൂർണ്ണമായും വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഫാക്ടറിയിലെ ഓരോ ഘട്ടത്തിലും തൊഴിലാളികൾ അത്യാധുനിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. വലിയ കൺട്രോൾ റൂമുകളിലിരുന്ന് കമ്പ്യൂട്ടറുകൾ വഴിയാണ് റിയാക്ടറിലെ താപനിലയും സമ്മർദ്ദവും നിയന്ത്രിക്കുന്നത്. ഇത്തരത്തിൽ ടൺ കണക്കിന് മാലിന്യങ്ങൾ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പ്രയോജനപ്രദമായ അസംസ്കൃത വസ്തുക്കളാക്കി മാറ്റാൻ ഈ ഫാക്ടറിക്ക് സാധിക്കുന്നു. അവസാന ഘട്ടത്തിൽ നിർമ്മിച്ചെടുത്ത ഫ്യുവൽ ഓയിൽ വലിയ ടാങ്കർ ലോറികളിലേക്ക് മാറ്റി വിവിധ ഫാക്ടറികളിലേക്കും വ്യവസായശാലകളിലേക്കും വിതരണത്തിനായി അയക്കുന്നു. അതുപോലെ ചാക്കുകളിൽ നിറച്ച കാർബൺ ബ്ലാക്കും വലിയ കെട്ടുകളാക്കി മാറ്റിയ സ്റ്റീൽ വയറുകളും വിപണിയിലേക്ക് എത്തിക്കാൻ പാകത്തിൽ ലോറികളിൽ കയറ്റി അയക്കുന്നു. പാഴ്വസ്തുക്കളായി കണ്ട് നമ്മൾ തള്ളിക്കളയുന്ന സാധനങ്ങളിൽ നിന്ന് പോലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ സാമ്പത്തിക ലാഭവും ഒപ്പം പരിസ്ഥിതി സംരക്ഷണവും സാധ്യമാക്കാം എന്ന് ഈ ഫാക്ടറി പ്രക്രിയയിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ പുനരുപയോഗത്തിന്റെ വലിയൊരു സാധ്യതയാണ് ഈ ദീർഘമായ നിർമ്മാണ പ്രക്രിയയിലൂടെ തുറക്കപ്പെടുന്നത്.